Hi, next is the second problem, that is f of x equal to x. നമ്മളിത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ടെക്സ്റ്റിൽ നമ്മൾ നോർമലി എ നോട്ട് എ എൻ ബി എൻ ഒക്കെ വാലുവേറ്റ് ചെയ്തിട്ടാണ് ചെയ്തത്. നമ്മൾക്ക് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിലെ ബേസിക്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈവൻ ഫംഗ്ഷൻ, ഓഡ് ഫംഗ്ഷൻ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈസിയർ മെത്തേഡിലൂടെ നമ്മൾക്ക് എല്ലാ വാല്യൂയും കാണേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എ നോട്ട് ഇവിടെ കണ്ടു നോക്കിക്കഴിഞ്ഞാലും എ നോട്ട് ഈക്വൽ ടു -5 to pi എക്സ് ഡി എക്സ്, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ബൈ 2 -5 to pi ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂസ് ഈക്വൽ ടു 0 ആയിരിക്കും. പിന്നെ അതിന് മുന്നേ നമ്മളിത് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഗിവൺ ഫംഗ്ഷൻ ഇസ് ഓഡ് ഓർ ഈവൺ. എഫ് ഓഫ് -x ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് -x, ദാറ്റ്സ് ഈക്വൽ ടു -f of x. സോ ദിസ് ഇസ് ആൻ ഓഡ് ഫംഗ്ഷൻ. നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട് ഓഡ് ഫംഗ്ഷനിൽ എ നോട്ടനും സോ എ നോട്ട് ഈക്വൽ ടു എ എൻ ഈക്വൽ ടു 0 ആയി മാറും. സോ നെക്സ്റ്റ് ഏത് മാത്രമേ അവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, ബി എൻ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. സോ ബി എൻ ഈക്വൽ ടു 1/pi integral -pi to pi f of x into sin n pi x by L ആണ്. L ഇവിടെ pi ആയതുകൊണ്ട് that is 1/pi integral -pi to pi f of x into sin n pi x by pi dx. So ഇവിടെ f of x എന്ന് പറയുന്നത് എന്താ 1/pi integral -pi to pi x sin nx dx. അപ്പോൾ ഇവിടെ എന്താണിത്, എക്സ് എന്ന് പറയുന്ന ഓഡ് ഫംഗ്ഷൻ ആണ്, സൈൻ ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇത് ടോട്ടൽ എടുത്ത് നോക്കുക. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആയിട്ട് എഴുതുവാണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സൈൻ എക്സ് ആണെങ്കിൽ, സൈൻ എൻ എക്സ് ആണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് -x ഇസ് ഈക്വൽ ടു -x ഇൻറ്റു സൈൻ എൻ ഓഫ്, ഇവിടെ 1/pi integral -pi to pi x sin nx. x sin nx ഞാൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആയി ഇട്ടു. എന്നിട്ട് എക്സിന് പകരം -x ആക്കി റീപ്ലേസ് ചെയ്തിട്ട് അവിടെ കൊടുക്കുവാണെങ്കിൽ അത് എന്ത് തന്നെ കിട്ടും, എക്സ് സൈൻ nx തന്നെ കിട്ടും. ദാറ്റ് ഇസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് തന്നെ കിട്ടും. അപ്പോൾ എന്താണോ ഇൻ്റഗ്രൻ്റ് ഉള്ളത് ആ ഇൻ്റഗ്രൻ്റ് ഈവൺ ഫംഗ്ഷൻ ആണ്. സോ 2/pi ഇൻറ്റു ഇൻ്റഗ്രൽ 0 to pi x sin nx dx. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് 2/pi ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സൈൻ എൻ എക്സിന് എന്ത് ചെയ്യണം, മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഇനി മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 മൈനസ് കോസിന്റെ മൈനസ് സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ വരും. ഓക്കെ, ഫ്രം 0 to pi വരെയാണ്, വിച്ച് ഇംപ്ലൈസ് 2/pi ഇൻറ്റു ഇന്റഗ്രൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സൈനിന്റെ എന്താണെന്ന് പറഞ്ഞു നേരത്തെ പ്രോബ്ലത്തിലടക്കം, സൈൻ എൻ പൈയും സൈൻ 0 ആണ് ഇവിടെ വരിക. അപ്പോൾ കംപ്ലീറ്റ് ടേംസ് 0 ആയി മാറും. ഇനി ഇവിടെ മാത്രമേ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇവിടെ -1/n ഇൻറ്റു എക്സ് കോസ് എൻ എക്സ് ആണ്. അവിടെ പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ പൈ കോസ് എൻ പൈ, പൈ കോസ് എൻ പൈ വരും. ഓക്കെ, -0 വരും. റൈറ്റ്. സോ ആൻസർ ഈക്വൽ ടു പൈയും പൈയും ക്യാൻസൽ ചെയ്ത് പോവും. അപ്പം -2/n ഇൻറ്റു കോസ് എൻ പൈ ആണ് ആൻസർ വരിക. അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് വേണ്ട 2/n ഇൻറ്റു കോസ് എൻ പൈ എത്രയാ, -1/n ആണ്. അപ്പോൾ ഒരു മൈനസും കൂടി ആകുമ്പോൾ n+1 കൂടി വന്നു. സോ ആൻസർ ഇതാണ് അവിടെ വരിക. ഇനി നമ്മൾ ഏതിൽ കൊടുക്കണം, നമ്മുടെ സീരീസ്. ആക്ച്വലി ഇത് നമ്മുടെ ഏത് സീരീസായി മാറി, സൈൻ സീരീസായി മാറും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity bn ഇൻറ്റു സൈൻ n pi x by pi ആണ്. അപ്പോൾ nx മാത്രമേ ഇവിടെ വരുള്ളൂ, which implies summation n equal to 1 to infinity bn എന്ന് പറഞ്ഞാൽ 2/n into -1 power n plus 1 into sin nx. ഇവിടെ
f of x equal to summation bn sin nx ആണ്. അവിടെ സെറ്റ് summation 2/n minus 1 power n plus 1 sin nx. ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 into sin x minus sin 2x by 2 plus sin 3x by 3 minus sin 4x by 4 plus etc. ആണ്. ഇനി ഇവിടെ ചെയ്യുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരുന്നു എക്സ് ആയിരുന്നു. ഇനി എഫ് ഓഫ് എക്സിന് എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു പൈ ബൈ ടു. കാരണം സൈൻ ആയതുകൊണ്ട് സീറോയോ പയ്യോ മൈനസ് പയ്യോ ഇട്ട് കൊടുത്താലൊക്കെ സീറോ ആണ് വാല്യൂ. അപ്പോൾ അതുകൊണ്ട് എക്സ് ഈക്വൽ ടു പൈ ബൈ ടു കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്തായി മാറി പൈ ബൈ ടു ഈക്വൽ ടു 2 into sin pi by 2 minus sin 2 pi by 2 by 2 plus sin 3 pi by 2 by 3 minus sin 4 pi by 2 divided by 4 plus etc. ഇവിടെ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 into sin pi by 2 1 ആണ്. 1 minus 2 pi by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin pi ആണ്. അപ്പോൾ ഇവിടെ 0 ആണ്. അതായത് ഈവൺ പവർ ഒക്കെ വരുന്ന ടേംസിലൊക്കെ അത് 0 ആയി മാറും. 0 വരും. ഇവിടെ മൈനസ് ആണ് ഇവിടെ വരിക. കാരണം sin 3 pi by 2 മൈനസ് 1 ആണ്. മൈനസ് 1 by 3. ഇവിടെ മൈനസ് 0 വരും. പിന്നെയുള്ളത് പ്ലസ് 1 by 5 വരും എക്സെട്ര. ഓക്കെ, സോ ആൻസർ ഇസ് ഈക്വൽ ടു 2 into 1 minus 1 by 3 plus 1 by 5 minus 1 by 7 plus etc. ഓൾറെഡി നമ്മൾക്ക് പൈ ബൈ 2 ലെഫ്റ്റിലുണ്ടല്ലോ. അപ്പോൾ ഈ 2വിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈ ബൈ 4 ഈക്വൽ ടു 1 മൈനസ് 1 ബൈ 3 പ്ലസ് 1 ബൈ 5 മൈനസ് 1 ബൈ 7 പ്ലസ് എക്സെട്ര. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആൻസർ വരിക. ഈ രീതിയിലാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ടി വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. And we have to deduce that 1 by 1 square minus 1 by 2 square plus 1 by 3 square minus 1 by 4 square plus etc. equal to pi square divided by 12. ഇനി അടുത്തതിലാണെങ്കിൽ എല്ലാം പ്ലസ് വിച്ച് ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ 6. ഇതാണ് നമ്മൾക്ക് ഇതിൻ്റെ ഡിറൈവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്താൽ മതി. നമ്മൾക്ക് ഈവണും ഓടും ചെക്ക് ചെയ്ത് നോക്കുക. എന്താണ് തന്ന ഫംഗ്ഷൻ ഈവൺ ആണോ ഓടാണോ. അപ്പോൾ അതിന് വേണ്ടി എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. സോ വിച്ച് ഇസ് സെയിം ആസ് നമ്മുടെ ആദ്യത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. സോ ദിസ് ഇസ് ആൻ ഈവൺ ഫംഗ്ഷൻ. അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾക്ക് എന്ത് പറയാം, എ നോട്ട് എ എന്നും എക്സിസ്റ്റ് ചെയ്യും, പക്ഷെ ബി എൻ 0 ആണ്. എ നോട്ട് എ എൻ എക്സിസ്റ്റ് ആൻഡ് ബി എൻ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഇനി പറയാനുള്ളത് നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് എ നോട്ട് ഇസ് ഈക്വൽ ടു ഇവിടെ എൻ്റെ ഇൻ്റർവൽ എന്താണെന്ന് ചെക്ക് ചെയ്യണം. ഇൻ്റർവൽ മൈനസ് പൈ ടു പൈ ആണ്. അപ്പോൾ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ തന്നെയാണ് വരിക. മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ ഡി എക്സ്. ഇത് ഈവൺ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് 2 by പൈ ഇൻറ്റഗ്രൽ 0 to പൈ എക്സ് സ്ക്വയർ ഡി എക്സ് which is equal to 2 by pi into x cube by 3 from 0 to pi. അപ്പോൾ എത്ര വരും, 2 by pi into that is pi cube divided by 3 വരും. സോ ഒന്ന് കട്ടായി പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് 2 by 3 പൈ സ്ക്വയർ ആയിരിക്കും അതിൻ്റെ ആൻസർ വരിക. 2 by 3 പൈ സ്ക്വയർ. നെക്സ്റ്റ് ചെയ്യുന്നത് എ എൻ ഇസ് ഈക്വൽ ടു an equal to 1 by pi integral minus pi to pi f of x means x square cos n pi x by pi എന്ന് പറഞ്ഞാൽ nx dx. ഇത് ഈവൺ ടോട്ടൽ ഈവൺ ഫംഗ്ഷൻ ആണ്. കാരണം എക്സ് സ്ക്വയർ ഈവൺ ആണ്, കോസ് ഈവൺ ആണ്. സോ ടോട്ടൽ ഫംഗ്ഷൻ എന്ത് തന്നെ വരിക, ഈവൺ ഫംഗ്ഷൻ. അതിനെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് ആണ്.
അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് എൻ ഓഫ് മൈനസ് എക്സ് വരും, വിച്ച് ഇസ് സെയിം ആസ് എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എൻ എക്സ് വരും, വിച്ച് ഇസ് സെയിം ആസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൺ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് ഇത് എക്സ് സ്ക്വയർ ഈവൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് 2/π ഇൻറ്റഗ്രൽ 0 to π എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് ഡി എക്സ്. ഇനി ഇതിന്റെ ഇന്റഗ്രേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് 2/π which is implies 2/π എക്സ് സ്ക്വയർ ഫസ്റ്റ് ഫംഗ്ഷൻ ആണ്. എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എൻ എക്സിന്റെ ഇന്റഗ്രേഷൻ ദാറ്റ് ഇസ് സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ മൈനസ് ഇനി നെക്സ്റ്റ് ഉള്ളത് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ഇൻറ്റു ഇതിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. ഇനി പ്ലസ് ഇതിന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഇസ് 2 ഇൻറ്റു മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയറിന്റെ ഇന്റഗ്രേഷൻ മൈനസ് സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ ക്യൂബ് വരും. ഓക്കെ, ഫ്രം 0 to π ആണ് വരിക, വിച്ച് ഇംപ്ലൈസ് 2/π ഇൻറ്റു സൈനിൽ എൻ പൈയും 0 ആണ്. അപ്പം ഈ ടേം 0 വരും, ഈ ടേം 0 വരും. ബാക്കി വരുന്നത് ഇവിടെ പ്ലസ് വരും, 2/n സ്ക്വയർ വരും, 2/n സ്ക്വയർ ഇൻറ്റു എക്സ് കോസ് എൻ എക്സ്, 2/n സ്ക്വയർ ഇൻറ്റു എക്സ് കോസ് എൻ എക്സ് ഫ്രം 0 to π. ദാറ്റ്സ് ഈക്വൽ ടു ഏത് മാത്രമേ വരൂ 4/n സ്ക്വയർ പൈ ഇൻറ്റു പൈ കോസ് n pi, which is implies 4/n square into pi കട്ടായി പോയി cos n pi, that is minus 1 power n, minus 1 power n. നമുക്ക് ഇതൊക്കെ ഒറ്റയടിക്ക് തന്നെ ഈ ടേമും ഒക്കെ ക്യാൻസൽ ആക്കാൻ പറ്റണം, കാരണം അത് സൈൻ എൻ പൈയും സൈൻ 0 ആണ് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾക്ക് 4/n സ്ക്വയർ മൈനസ് 1 പവർ n ആണ് കിട്ടുക. ടോട്ടൽ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2π സ്ക്വയർ ബൈ 3/2 പ്ലസ് സമ്മേഷൻ 4/n സ്ക്വയർ മൈനസ് 1 പവർ n കോസ് എൻ എക്സ് വന്നു. റൈറ്റ്, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് കിട്ടുക. n ഈക്വൽ ടു 1 2 3 എങ്കിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് സീരീസ് റെഡ്യൂസ് ചെയ്യാനാണ്. എക്സ് ഈക്വൽ ടു 0ൽ എഫ് ഓഫ് 0 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ 0 കൊടുത്തു, പൈ സ്ക്വയർ ബൈ 3 പ്ലസ് 4 ഇൻറ്റു എല്ലാ കോസിന്റെ സ്ഥാനത്തും 0 കൊടുത്തു. അപ്പോൾ കോസ് 0 1 ആയതുകൊണ്ട് മൈനസ് 1 പ്ലസ് 1/2 സ്ക്വയർ മൈനസ് 1/3 സ്ക്വയർ എക്സെട്ര കിട്ടി. ഓക്കെ, ഇവിടുന്ന് മൈനസ് ഔട്ട് സൈഡിലെടുത്തു, ഈ മൈനസും കട്ടായി പോയി. അപ്പോൾ 4 ഇങ്ങോട്ട് കൊടുത്തു, പൈ സ്ക്വയർ ബൈ 12 ഈക്വൽ ടു ഈ രീതിയിൽ കിട്ടി. ഓക്കെ, ഇനി അടുത്ത സീരീസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു പൈ ഓർ മൈനസ് പൈ എൻ പോയിന്റിൽ നമ്മൾ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് അവിടെയാണ് സീരീസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ സീരീസ് കൺവേർജസ് ടു നമ്മൾ സെക്കൻഡ് ടെക്നിക്കായിട്ട് സെക്കൻഡ് നീഡായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എൻ പോയിന്റിലുള്ള സീരീസ് കൺവേർജൻസ് പീരിയോഡിക് ടൈം ഫംഗ്ഷൻ ആണെങ്കിൽ. അപ്പോൾ എഫ് ഓഫ് പൈ മൈനസും എഫ് ഓഫ് മൈനസ് പൈയുടെ റൈറ്റ് ലിമിറ്റും ഡിവൈഡഡ് ബൈ 2. അതെങ്ങനെ കാണുന്നതെന്നും കൂടി നോക്കുക. എഫ് ഓഫ് മൈനസ് പൈയുടെ റൈറ്റ് ലിമിറ്റ് മൈനസ് പൈ പ്ലസ് എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പൈ സ്ക്വയർ വരും. പൈയുടെ ലെഫ്റ്റ് ലിമിറ്റ് പൈ മൈനസ് എച്ച് സ്ക്വയർ പൈ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 പൈ സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു പൈ സ്ക്വയർ വരും. ഓക്കെ, റൈറ്റ് സൈഡിലാണെങ്കിൽ പൈ സ്ക്വയർ ബൈ 3 പ്ലസ് 4 ഇൻറ്റു സമ്മേഷൻ മൈനസ് 1 പവർ n ബൈ n സ്ക്വയർ കോസ് n പൈ വന്നു. ഇവിടെ അഗെയിൻ മൈനസ് 1 പവർ n ആണ്, ഇത് മൈനസ് 1 പവർ എന്ത് വരും, മൈനസ് 1 പവർ 2n വരും, ദാറ്റ്സ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇത് എന്ത് വരും, 1/n സ്ക്വയർ വരും. അപ്പോൾ ഇൻ ടോട്ടൽ നമ്മൾക്ക് എന്ത് കിട്ടും, ഇത് പൈ സ്ക്വയർ ഈക്വൽ ടു ലെഫ്റ്റ് ലിമിറ്റ് പൈ സ്ക്വയർ ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ 3 പ്ലസ് 4 ഇൻറ്റു സമ്മേഷൻ 1/n സ്ക്വയർ ഇങ്ങോട്ടേക്ക് എടുക്കുക, പൈ സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ ബൈ 3 4 സമ്മേഷൻ 1/n സ്ക്വയർ വന്നു. 2 പൈ സ്ക്വയർ ബൈ 3 ഇവിടെ കിട്ടി, ഇവിടെ ഇതുമായിട്ട് കട്ടായി 2 കിട്ടി. ഇനി ഈ 2നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക, പൈ സ്ക്വയർ ബൈ 6 ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity 1/n സ്ക്വയർ. ഇതാണ് നമ്മുടെ സെക്കൻഡ് സീരീസ് റെഡ്യൂസ് ചെയ്തത്. ഓക്കെ.